ഡോക്ടർ രോഷൻ നമ്മുടെ കൂടെ. രോഷൻ, എന്താണ് മലബാറി ആടുകളെ സംരക്ഷിക്കാൻ തിരുവിതാംകൂറിൽ ഇങ്ങനെ ഒരു കേന്ദ്രം? മലബാറി ആടുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു ജനുസാണ്. കേരളത്തിൽ തന്നെ, നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ ജനിച്ച, കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ബ്രീഡാണ്. നമ്മുടെ പശുവിന്റെ വെച്ചൂർ ബ്രീഡ് പറയുന്ന പോലെ ആടുകളുടെ, അതെ, കാസർഗോഡ് ഡോർഫ്, പശുവിന്റെ വെച്ചൂർ പറയുന്ന പോലെ മലബാറിയിലെ ഇനങ്ങളാണ് അട്ടപ്പാടി ബ്ലാക്കും മലബാറിയും. ആടുകളുടെ രണ്ടിനമാണ് അട്ടപ്പാടി ബ്ലാക്കും മലബാറിയും. പാലുൽപാദനത്തിനും ഇറച്ചിക്കും വേണ്ടിയിട്ടാണ് ഈ ആടുകൾ വളർത്തുന്നതെന്നുള്ളത്. പെണ്ണാടുകൾ ഒരു 30 മുതൽ 40 കിലോ വരെ വരും. ആണാടുകൾ ഒരു 40-50 കിലോ വരെ ഉണ്ടാവും. 50 കിലോയ്ക്ക് മുകളിലുള്ളതും ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഇറച്ചിക്ക് വേണ്ടി നമുക്ക് ഈ ആടുകൾ ഉപയോഗിക്കാൻ പറ്റും. പെണ്ണാടുകൾക്ക് ഏകദേശം 1.25 മുതൽ 1.5 ലിറ്റർ പാല് വരെ ഡെയിലി ഉണ്ടാവും. അപ്പൊ നമുക്ക് പാലുൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഗാന്ധിജി മാത്രമേ പണ്ട് ഇങ്ങനെ ആട്ടുംപാല് കുടിച്ചു നമ്മൾ കേട്ടല്ലോ അല്ലേ? അതെ, ആട്ടുംപാല് നമുക്കും കുടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ആടുകളുടെ പ്രസവം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1 മുതൽ 3 കുട്ടികൾ വരെ ഉണ്ടാവും. പഠനത്തിനനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു 40% ജനനങ്ങളും ഒറ്റ കുട്ടിയായിരിക്കും, 50% ഇരട്ട കുട്ടികളായിരിക്കും, ബാക്കി 10% 3 കുട്ടികൾ. ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികളെ വരെ കിട്ടും. നമ്മുടെ ഈ ഫാമിൽ തന്നെ ഒരുപാട് കുട്ടികൾ 3 കുട്ടികൾ ഉണ്ടാവാറുണ്ട്. വർഷത്തിൽ ഒരു 2 ബർത്ത് എന്തായാലും ഉണ്ടാവും. ആടിന്റെ മാക്സിമം ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഒരു 15-16 വർഷം വരെയാണ്. നമുക്കൊരു ഫാമിന്റെ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അത്രയും നാൾ വളർത്തുന്നത് നമുക്ക് എക്കണോമിക്കൽ അല്ല. കാരണം ഓരോ വർഷം കഴിയും തോറും അതിന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാക്സിമം ഒരു 9-10 ഇയേഴ്സ് വരെയൊക്കെ ഏറ്റവും മാക്സിമം വളർത്താൻ പറ്റുള്ളൂ. ആടൊരിക്കലും ഒരു ഭീകരജീവിയല്ല. ഒരു 7-8 വർഷം ആകുമ്പോഴത്തേക്ക് ഒരു ഫാം സെറ്റപ്പിൽ ആടിനെ ഒഴിവാക്കിയിട്ട് പുതിയ സ്റ്റോക്കുകളെ കൊണ്ടുവരും. നമ്മളൊരു ഫാമിന്റെ രീതിയിൽ പോകുമ്പോൾ ഒരു എല്ലാ വർഷവും ഒരു 20% ആടുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. കേരളത്തിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ വെച്ച് വളരെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബ്രീഡാണ് മലബാറി ബ്രീഡ്. നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ആടുകൾ വരുന്നുണ്ട്. ബോയർ, ബീറ്റൽ, ജമുനാപ്യാരി പോലുള്ള ആടുകൾ. ഇതിനേക്കാളും ചെവി നീണ്ടതാണ്, സൈസ് ഉണ്ടാവും. ഇതിന്റെ ചെവികൾ നോക്കിയാൽ മതി, ഇതിന്റെ മൂക്ക് വരെ അത് എത്തുന്നുണ്ടാവുള്ളൂ. എല്ലാ ആടുകളെയും നോക്കിയാൽ മതി, ആ ചെവി മൂക്കിന്റെ താഴോട്ട് പോവില്ല. മലബാറി ആടുകളുടെ ഒരു പ്രത്യേകതയാണ്, മൂക്ക് വരെ നീളമുള്ള ചെവികളുണ്ടാവും. പിന്നെ ചില ആടുകൾക്ക് താഴെ ഇങ്ങനെ ഉണ്ണികളുണ്ടാവും. പിന്നെ ആടുകൾക്ക് താടിരോമം ഉണ്ടാവും. അത് ആണാടിനും പെണ്ണാടിനും ഉണ്ടാവും. അതെല്ലാം ആടിന്റെ ബ്രീഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ആട് വളർത്തുന്ന ഒരാൾക്കാരൊക്കെ രോഷൻ പറയാനുള്ളത്, ധൈര്യമായിട്ട് കേരളത്തിൽ സെലക്ട് ചെയ്യാവുന്ന ഒന്നാണ് മലബാറി. അതെ, കേരളത്തിൽ ധൈര്യമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കേരളത്തിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ വളർത്താൻ പറ്റുന്ന, കർഷകന് തീർച്ചയായിട്ടും ലാഭം കിട്ടാവുന്ന ബ്രീഡ് തന്നെയാണ് മലബാറി. നമുക്കൊരു 19 പെണ്ണാടിന് ഒരു ആണാടെന്നുള്ള രീതിയിൽ ഒരു ബ്രീഡിംഗ് യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. അങ്ങനെ തുടങ്ങുവാണെങ്കിൽ തന്നെ ആവറേജ് ഒരു വർഷം 38 കുട്ടികൾ വരെ നമുക്ക് കിട്ടും. കുട്ടികളെ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു മാർക്കറ്റ് റേറ്റ് 400-450 പെർ kg വെയിറ്റിന് വിൽക്കാൻ പറ്റും.